बैठा हुआ है दर पे बाबा, बैठा हुआ है दर पे बाबा, बैठा हुआ है दर बाबा, बैठा हुआ है दर पे बाबा, बेचैन अर्श होकर बैठा हुआ है दर पर। या रब दिखा दे जलवा, या रब दिखा दे जलवा शगशाह वली का, या रब दिखा दे जलवाए शाह वली का, या रब दिखा दे जलवा शगशाह वली का, या रब दिखा दे जलवे शगशाह वली का, या रब दिखा दे जलवे शगशाह वली का, या रब दिखा दे जलवे। അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയമുള്ള സഹോദരന്മാരെ, നിങ്ങൾ ഇപ്പോൾ കണ്ടത് ഒരു മഖ്ബറയാണ്. ഏത് രീതിയിലുള്ള മഖ്ബറ ആണെന്ന് നിങ്ങൾ കണ്ടു, അവിടെ ചെയ്യുന്ന കാര്യങ്ങളും കണ്ടു. എല്ലാവരും അതിനെ ചുംബിക്കുകയും അവിടുത്തെ എന്തൊക്കെയോ ആചാരം, ഈ ആചാരം കൊണ്ട് ഇത് ഒരുപാട് നമ്മൾ കണ്ടതാണ്, കേട്ടതാണ്, എല്ലാമാണ്. എങ്കിലും ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യം, ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ജനങ്ങൾ വിശ്വസിച്ച് അവർ കരുതുന്നത് ഇതാണ് ഇസ്ലാമെന്ന്, ഇത് തന്നെയാണ് ഇസ്ലാമെന്ന് അവർ കരുതുന്നു. അതാണ് ബുദ്ധിമുട്ടാകുന്നത്. അതൊരു മഖ്ബറയാണ്, അതൊരു മരണപ്പെട്ട ആളാണ് എന്നുള്ള ചിന്ത അവർക്കില്ല. ആ ചിന്തയില്ല എന്ന് അവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങളും നോക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. അവരുടെ ചിന്ത അത് ദൈവത്തിലേക്ക് അടുക്കുന്നവർ ദൈവമാണെന്ന് കരുതുന്നു. അത്രയും അതിനെ അവർ ചുംബിക്കുകയും അവിടുത്തെ ആചാരവും അവരുടെ ചെയ്യുന്ന ഓരോ കാട്ടിക്കൂട്ടലുകളും അതാണ് നിങ്ങൾ കണ്ടത്. അത് കണ്ടാൽ ഒരുപാട് അതിനെ വിശദീകരിച്ച് പറയേണ്ടതില്ല. ചിന്തിക്കാൻ കഴിയുന്നവർക്ക് അത് മതി. അവർ ചെയ്യുന്നതും അവർ എല്ലാം അതാണ് ഇസ്ലാം, ഇതാണ് നമ്മുടെ മതം, ഈ മതം ഇവിടെ കടന്ന ആളാണ് ദൈവമെന്ന് പോലും കരുതുന്നവർ ഉണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അതാണ് യാഥാർത്ഥ്യം. അപ്പോൾ ഇവിടെ നമുക്ക് ബഹുമാനപ്പെട്ട അൻസാരി സുഹരി ഉസ്താദ് പറയുന്ന ഒരു കാര്യം, അത് ഒരു വാക്ക്, അത് നമ്മൾ കേൾക്കാം ഇൻഷാ അല്ലാഹ്. സംഭവിക്കുന്നത് എന്തെന്ന് പറഞ്ഞാൽ, ഇസ്ലാമിനെ ജനങ്ങൾ മനസ്സിലാക്കുന്ന വ്യക്തികളിലൂടെയാണ്, അല്ലെങ്കിൽ ഒരു സംഘടനയിലൂടെയാണ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഇസ്ലാമിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൂടെ, അല്ലെങ്കിൽ മതസംഘടനയിലൂടെയാണ് ഇസ്ലാമിനെ നമ്മൾ കാണുന്നത്. പക്ഷേ ഇസ്ലാം എന്ന് പറഞ്ഞാൽ, ഇസ്ലാമിനെ കൃത്യമായി നിങ്ങൾ ഖുർആനിൽ നിന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമേനിയുടെ ചര്യയിൽ നിന്നുമാണ് നമ്മൾ പഠിക്കുന്നതെങ്കിൽ കൃത്യമായിട്ട് ഇസ്ലാമിന്റെ നൈതികമായ ഒരു സന്ദേശവും അതിന്റെ പദ്ധതിയൊക്കെ നമുക്ക് അത്രമേൽ ദായകമായിട്ട് തോന്നും. നമ്മൾ വ്യക്തികളിൽ നിന്ന് ഇസ്ലാമിനെ, ഇതിപ്പോ ഇക്കാലത്ത് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും, ഇപ്പൊ എന്നെ തന്നെ നിങ്ങൾ നിരീക്ഷിക്കുകയാണെങ്കിൽ എന്നിൽ ഒരുപാട് ഇസ്ലാമികമല്ലാത്ത പലതും നിങ്ങൾക്ക് കാണാൻ കഴിയും. അപ്പൊ നിങ്ങൾ ഇസ്ലാമിനെ അതിലൂടെ വിലയിരുത്തുക. എന്റെ ഭാഷയിലോ എന്റെ ആറ്റിറ്റ്യൂഡിലോ അംബീഷൻസിലോ നിങ്ങൾ ഇസ്ലാമിനെ കാണാൻ ശ്രമിച്ചാൽ പലപ്പോഴും ഉണ്ടാകത്തില്ല. ബഹുമാനമുള്ളവരെ, ഇവിടെ അദ്ദേഹം പറഞ്ഞതിനെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദ്ദേഹം പറഞ്ഞ കാര്യം വളരെ ശ്രദ്ധേയമാണ്. ചെറിയ ഒരു വാക്കാണെങ്കിലും ഖുർആനിനെയും ഹദീസിനെയും പിൻപറ്റി അല്ലാതെ ഇവർ ചെയ്യുന്ന, ഇതൊരു ഉസ്താദാണ്, ഇതൊരു തങ്ങളാണ്, ഇതൊരു മഖ്ബറയാണ്, ഇതൊരു ആരാധന സ്ഥലമാണ് എന്ന് കരുതി അവിടെ ചെയ്യുന്നതിനെ, ഒരാൾ ചെയ്യുന്നതിനെ കണ്ട് ഒരാൾ ചെയ്ത് ചെയ്യുന്നത് അത് ഇസ്ലാമല്ല. അത്ര ചെയ്താൽ അവർ മുസ്ലിം ആവുകയുമില്ല. പഠിക്കുന്ന ആവശ്യത്തിന് വേണ്ടി ഉസ്താദന്മാർ അടുക്കൽ പോകാം, പിന്നെ അവർ അതിനെ ഖുർആനിലും ഹദീസിലും കാണണം. ഈ പഠിത്തത്തിനെയും കാണണം, ഇസ്ലാമിനെയും കാണണം, അള്ളാഹുവിനെയും ഖുർആനിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അതുപോലെ നമ്മുടെ ജീവിതം, മരണാശേഷമുള്ള കാര്യം എല്ലാം നമ്മുടെ ബഹുമാനപ്പെട്ട ഈ ഉസ്താദ് പറഞ്ഞ കാര്യം നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു പിൻപറ്റലാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതാണ് യാഥാർത്ഥ്യം. അതാണ് ഇവിടെ ചെയ്യുന്ന ഒരുപാട് കച്ചവടങ്ങൾ, അതല്ല ഇസ്ലാം. കച്ചവടങ്ങളാണ്. കച്ചവടമെന്ന് പറഞ്ഞാൽ ഇവർക്ക് ജീവിക്കാൻ, അവർക്കെന്നല്ല എല്ലാവർക്കും ജീവിക്കാൻ വളരെ
വേറെ കാര്യങ്ങൾ ഇവിടെ ദുനിയാവിൽ അള്ളാഹു തആല പടച്ചിട്ടുണ്ട്. കൃഷിയുമായും ഉദ്യോഗമായും എല്ലാ വ്യവസ്ഥകളും, ചെറിയ കാര്യമാകട്ടെ വലിയ ഉന്നത സ്ഥാനത്തിലേക്ക് എത്തുകയാണെങ്കിലും എല്ലാ സംവിധാനവും അള്ളാഹു തആല ഇവിടെ പടച്ചിട്ടുണ്ട് നമ്മുടെ ജീവിതത്തിന് വേണ്ടി. നമ്മുടെ ജീവിതത്തിന് വേണ്ടി നമ്മൾ ഈ ഇസ്ലാമിനെ, അത് മതത്തെ ഉപയോഗിക്കരുത് എന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അതാണ് ഇവിടെ ചെയ്യുന്നത്. മതത്തെ ഉപയോഗിച്ച് നൂല് കെട്ടി ഇങ്ങനെ കെട്ടിയും കൊണ്ട് അതിനൊരു ഊതിയത് കൊണ്ട് കിട്ടുന്ന 500, അതാണോ ജീവിതം? അതല്ല ജീവിതം. അതല്ല നിങ്ങൾ ആദ്യം കണ്ട മഖ്ബറയിൽ പോയി എന്തെല്ലാം കാട്ടിക്കൂട്ടൽ, അവിടെ കിട്ടിയ പണത്തിനെ കഴിക്കലാണോ ജീവിതം? ജീവിതമാർഗത്തിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ഇസ്ലാമിനെ അതുപോലെ ഖുർആനിനെ ഉപയോഗിച്ചും കൊണ്ട്, സ്വലാത്തിനെ ഉപയോഗിച്ചും കൊണ്ട് ജീവിക്കലല്ല ജീവിതം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലത്തും അതിന് ശേഷം സ്വഹാബാക്കളെ കാലത്തും അതിന് മുമ്പ് തന്നെ ഒരുപാട് നബിമാരും പ്രവാചകന്മാരും ഈ ലോകത്തേക്ക് വന്നതും അവരുടെ ചരിത്രം നോക്കുമ്പോഴും നമ്മൾ പഠിക്കാൻ നമുക്ക് കഴിയുന്നത് അവർ ഓരോ ബിസിനസ്സുകളും ഓരോ ജോലിയും ചെയ്തവരാണ് എന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇപ്പോൾ നമ്മൾക്ക് കാണുന്നത് വ്യത്യസ്തമായി കാണുന്നതാണ്. അവരുടെ ജീവിതം, അവർ ഒരു മതപഠനം പഠിച്ചതിന് ശേഷം ജീവിക്കേണ്ടത് അതിനെ തന്നെ ഉപയോഗിച്ചാണെന്ന് അവർ പഠിക്കുന്നു. അവരുടെ മക്കളും അത് തന്നെ പഠിക്കുന്നു. അതാണ് ഇവിടെ ബഹുമാനപ്പെട്ട നമ്മുടെ സിംസാറുൽ ഹഖ് ഉസ്താദ് പറയുന്ന 2 വാക്ക് നമ്മൾ കേൾക്കാം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഇതൊരുപാട് കാണും. നമ്മൾ ചെയ്യുന്ന വിട്ടുവീഴ്ചകൾ അങ്ങനെയാണ്, നമ്മൾ സഹായം ചെയ്യുന്ന അങ്ങനെയാണ്, നമ്മുടെ നോമ്പും സക്കാത്തും ഒക്കെ അതിനാണ്. അല്ലാഹു കൂലി തരണം, വേറൊന്നും വേണ്ട. ലാഭമൊന്നും വിഷയമല്ല, അല്ലാഹുവിന്റെ അടുത്ത് രക്ഷപ്പെടണം. യൂനുസ് ബിൻ ഉബൈദില്ലാഹി റളിയല്ലാഹു അൻഹുവിന്റെ കടയിൽ നിന്ന് ഒരു തുണി വാങ്ങിപ്പോകുന്ന ഒരു കസ്റ്റമർ, ആ തുണി വാങ്ങിപ്പോകുന്ന സമയത്ത് മഹാനവറുകൾ കച്ചവട സ്ഥാപനത്തിലില്ല, തന്റെ ജ്യേഷ്ഠന്റെ മകൻ ഇരുത്തി പോന്നതാണ്. തുണി കണ്ടപ്പോ ചോദിച്ചു, ബികം ഹാദ, എത്രക്ക് നിങ്ങൾ വാങ്ങിച്ചത്? അയാൾ പറഞ്ഞു, 400 ദിർഹം, 400 ദിർഹമിനാണ്, 400 വെള്ളി നാണയങ്ങൾക്കാണ്. അന്ന് സ്വർണ്ണ നാണയം വെള്ളി നാണയമാണ്, ദിർഹം വെള്ളിയാണ്, ദീനാർ സ്വർണ്ണമാണ്. 400 ദിർഹം, 400 വെള്ളി നാണയങ്ങൾക്ക്. അവര് പറഞ്ഞു, യാ അല്ലാഹ്, ഇതിനാകെ 200 വിലയുള്ളൂ, നിങ്ങൾ എന്തിനാ 400 കൊടുത്തത്? പ്രച്ചോനെ, എന്റെ നാട്ടിൽ 600 കിട്ടൂല എന്ന് പറഞ്ഞ, എന്റെ നാട്ടിൽ 600 കിട്ടില്ല, പിന്നെ കിട്ടിയത് ലാഭമല്ലേ ഇവിടെ? അദ്ദേഹം പറഞ്ഞു, വാ, ഇല്ലല്ല, ഇതിന് 200 വിലയുള്ളൂ, വാ. പൊന്നാര സഹോദരൻ, നിങ്ങൾ എന്തിനാ എന്നെ പറയുന്നത്? ഇത് എന്റെ കടയിൽ നിന്ന് വാങ്ങിച്ചതാ, വാ എന്ന് പറഞ്ഞു. കൊണ്ടുപോയി ജ്യേഷ്ഠന്റെ മോനോട് ചോദിച്ചു, ചെവിക്കുന്നിക്ക് പിടിച്ചിട്ട് ചോദിച്ചു, എത്രക്ക് അയാൾക്ക് വിറ്റത്? ഞാൻ 400 എന്ന് പറഞ്ഞു. മൂപ്പര് ഓക്കെ എന്ന് പറഞ്ഞു. അത് അള്ളാന്റെ അടുത്ത് ഓക്കെ അല്ല, കൊടുക്കുക, ബാക്കി കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, തിരിച്ചു കൊടുക്കുക പൈസ എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ 400ന്റെ വിലയുള്ള തുണി കൊടുക്കുക. സുബ്ഹാനല്ലാഹ്, എന്റെ കച്ചവടം ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയിട്ടാണ്, വേറൊന്നുമല്ല. കച്ചവടം ചെയ്യുന്നത് അള്ളാഹുവിന് വേണ്ടിയിട്ടാണ്. മുഖ്ലിസീന ലഹുദ്ദീൻ. അബൂ അബ്ദുല്ലാഹിൽ ഖയ്യാത്ത് റളിയല്ലാഹു അൻഹു വസ്ത്രങ്ങൾ നെയ്തു കൊടുക്കുന്ന ഒരു ടൈലറാണ്. വസ്ത്രം നെയ്തു കൊടുക്കും. കുറെ കസ്റ്റമേഴ്സ് ഉണ്ടാവും, കുറെ ആളുകൾ ചോദിച്ചു വാങ്ങിച്ചു പോകും. അന്നൊരിക്കൽ വസ്ത്രം വാങ്ങാൻ വേണ്ടി നിത്യം അവരെ സന്ദർശിക്കുന്ന ഒരു ജൂസിയുണ്ട്. ഇറാനിയായ ഒരു പേർഷ്യക്കാരനായ തീ ആരാധിക്കുന്ന അയാൾ വന്നിട്ട് സ്ഥിരം കസ്റ്റമർ, ഒരു കന്തുറ വേണം അല്ലെങ്കിൽ ഒരു കുപ്പായം വേണം, അത് നെയ്തു കൊടുക്കും, അത് വാങ്ങിച്ചു പോകും, പൈസ കൊടുക്കും, വാങ്ങിച്ചു പോകും. ഒരിക്കൽ അസ്ർ നിസ്കാരത്തിന് പോയപ്പോ സ്വന്തം ശിഷ്യനെ കടയിൽ നിർത്തിയിട്ട് പോയതാണ്. ഇയാൾ വാങ്ങിക്കാൻ വേണ്ടി വന്നു. എന്റെ ഡ്രസ്സ് എവിടെ കൊടുത്തു. ഡ്രസ്സ് കൊടുത്തപ്പോ ഇയാള് തിരിച്ചു പൈസ കൊടുത്തു. കൊടുത്ത പൈസ എന്താണ്? ഫേക്കാണ്, കള്ളനാണയമായിരുന്നു. കള്ളനാണയം, കള്ളനോട്ടെന്നൊക്കെ പറയില്ലേ, കള്ളനാണയമാണ്. അപ്പൊ ഈ ശിഷ്യൻ പറഞ്ഞു, തരൂല, കള്ളനാണയം തരാൻ പറ്റൂല, സാധനം കഥാ പിന്നെ വന്ന് വാങ്ങിച്ചോന്ന് പറഞ്ഞയച്ചു. നിസ്കാരം കഴിഞ്ഞ് വന്നപ്പോ മഹാനായ അബൂ അബ്ദുല്ലാഹിൽ ഖയ്യാത്ത് റഹിമഹുല്ലാഹയോട് ശിഷ്യൻ പറഞ്ഞു, ഇങ്ങനെ ഒരാൾ വന്നിരുന്നു, വസ്ത്രം ഞാൻ കൊടുത്തു, പിന്നെ തിരിച്ചു മേടിച്ചു. എന്തേ? ആള് കള്ളനാണയം തന്നത്, ഞാൻ വാങ്ങിച്ചില്ല. സൈഫ് എന്ന് അറബിൽ പറയാം, മുസയ്യഫ്. എന്തേ സഹോദരങ്ങൾ അത് ചെയ്തത്? പൊന്നു ശിഷ്യ, ഞാനും അയാളും കച്ചവടം നടത്താൻ തുടങ്ങിയിട്ട് 1 വർഷമായിട്ടുണ്ട്. ഈ 1 വർഷത്തിനിടക്ക് അയാൾ എനിക്ക് തന്ന മുഴുവൻ നാണയം കള്ളനാണയാണ്.
അത് ഞാൻ വാങ്ങിച്ചൊരു കിണറ്റിൽ കൊണ്ടുപോയി എറിയല. ഇനി ഇവൻ വേറെ ആരെയും കൊണ്ടുപോയി പറ്റിക്കണ്ട, ഞാനോ പറ്റിക്കപ്പെടുന്നുണ്ട്, ഇനി ഇവൻ വേറെ ആരെ വഞ്ചിക്കരുത് വിചാരിച്ച് ഞാനതെടുത്ത് കിണറ്റിൽ എറിയറാ ചെയ്യാറ്. നീ എന്തിനവരെ പറഞ്ഞ വേറെ ആരെയും കൊണ്ടുപോയി വഞ്ചിക്കൂലേ? സുബ്ഹാനല്ലാഹ്. ഇസ്ലാമിന്റെ സംസ്കാരം എന്നൊക്കെ പറഞ്ഞത് ഈ പാരമ്പര്യമാണ്. ഇങ്ങനെ ചിന്തിച്ചിരുന്നൊരു സമൂഹം, ആരെയും വഞ്ചിച്ചുകൂടാ എന്ന് ചിന്തിക്കുന്നൊരു സമൂഹം. എന്തിനായി ചെയ്യുന്നത്? അള്ളാഹുവിന്റെ അടുത്ത് പ്രതിഫലം കിട്ടണം. ജനങ്ങളുടെ കയ്യുടെ ജനങ്ങളുടെ കാശ് വാങ്ങി. ബഹുമാനപ്പെട്ട സിംസാറുൽ ഉസ്താദ് പറയുന്ന ഈ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് എല്ലാം മൊത്തം നോക്കുമ്പോൾ അത് നമുക്ക് മനസ്സിലാകുന്നു. എങ്കിലും ഉസ്താദന്മാർ പറയുമ്പോൾ നമുക്ക് അതിനെ നിങ്ങൾ കാണിക്കുമ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാകുന്നു. മനസ്സിലായതിൻ്റെ ശേഷവും എവിടെയെല്ലാം പോയി നിങ്ങൾ ചെയ്യേണ്ടതല്ല. ഇവിടെ അദ്ദേഹം പറഞ്ഞതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് ദീനിനെ ആരും കച്ചവടമാക്കിയിട്ടില്ല. അതും കച്ചവടം അവർ ജീവിതത്തിന് വേണ്ടി ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിനെ ഭയന്നും കൊണ്ടും അള്ളാഹുവിനെ ഇഷ്ടപ്പെട്ടുകൊണ്ടും അള്ളാഹുവിന് വേണ്ടി അവർ ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. സൂക്ഷ്മതയോടുകൂടി അവർ കച്ചവടം ചെയ്തിട്ടുണ്ട്. കച്ചവടം ചെയ്തത് മാത്രമാണ് അവരുടെ ജീവിതത്തിന് വേണ്ടി, അവരുടെ ദിനേ ഉള്ളതായിരിക്കുന്ന കാര്യങ്ങൾ കഴിഞ്ഞു പോകാൻ വേണ്ടി അവർ ദീനിനെ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. സ്ഥാപനങ്ങൾക്ക് വേണ്ടിയോ പഠിപ്പിക്കാൻ മതപരമായ കാര്യങ്ങൾക്കോ പള്ളികൾക്കോ വേണ്ടി അവർ സംഭാവന ചോദിച്ചിട്ടുണ്ടെങ്കിലും സ്വന്തം ജീവിതത്തിന് വേണ്ടി അതിന് ഒരു നയാ പൈസ പോലും എടുത്തിട്ടില്ല എന്നാണ് നമുക്ക് ഇവിടെ പഠിക്കാൻ കഴിയുന്നത്. അത് ഉണ്ടെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒരു ഉസ്താദന്മാർ പറഞ്ഞു തന്നാൽ നന്നായേനെ. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിക്കാൻ വേണ്ടി ഒരുപാട് ജനങ്ങളെ കയ്യിൽ നിന്ന് കാശ് എടുത്ത് ജീവിച്ചതാണ്. അതല്ലെങ്കിൽ സഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്തു എന്നുള്ള കാര്യമുണ്ടെങ്കിൽ നിങ്ങൾ അത് പറഞ്ഞു കാണിക്കണം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ കാണിക്കുമ്പോൾ നിങ്ങൾ അതിന് മറുപടി കൊടുക്കാറുണ്ടല്ലോ. ആയത്തും ഹദീസും കൊണ്ടുവന്ന് അതിന് തെളിവ് കാണിക്കാറുണ്ടല്ലോ. അതുപോലെ ഇതിന് നിങ്ങൾ ഒരു തെളിവ് കാണിക്കണം. ആരാണ് നിങ്ങൾ ജീവിക്കുന്നത് തെളിവല്ല, അത് നിങ്ങൾക്ക് ഇവിടെ യഥാർത്ഥമായി ഇവിടെ നമുക്ക് കാണുന്നുണ്ട്, നേരിട്ട് കാണാൻ കഴിയുന്നു. നിങ്ങൾ ഓരോരുത്തർ ചെയ്യുന്ന കാര്യങ്ങൾ ജീവിക്കാൻ വേണ്ടി നിങ്ങൾ ദീനിനെ ഉപയോഗിക്കുന്നു എന്ന്, സ്വലാത്തിനെ ഉപയോഗിക്കുന്നു, ദിക്റിനെ ഉപയോഗിക്കുന്നു. ആരെങ്കിലും ഒരു പണക്കാരാകാൻ വേണ്ടി ഇന്ന് സ്വലാത്ത് 313 അല്ലെങ്കിൽ 1 ലക്ഷമോ 2 ലക്ഷമോ പറഞ്ഞോളൂ എന്ന് പറയുന്നു. അതും ദീനിനെ, അത് ദിക്റിനെ ഉപയോഗിച്ചല്ലേ നിങ്ങൾ പണമുണ്ടാക്കുന്നത്. പിന്നെ നിങ്ങൾ ഇബാദത്തെടുക്കുന്നത് പോലും അള്ളാഹുവിനെ നമസ്കരിക്കുന്നതും ദിക്റെടുക്കുന്നതും അതല്ലെങ്കിൽ സ്വലാത്തും എല്ലാം പറയുന്നതിന് നിങ്ങൾ എല്ലാം വീഡിയോ ഇട്ട് അപ്ലോഡ് ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇവിടെ തന്നെ അതിൻ്റെ സവാബുകൾ കൂലി യൂട്യൂബ് കമ്പനിക്കാർ തരുന്നുണ്ട്. പിന്നെ അള്ളാഹു തരാൻ എവിടെ ബാക്കിയാകുന്നത്? ഇത്രയാണ് ചിന്തിക്കാൻ കഴിയുന്നവർക്ക് മാത്രമാണ് ഈ വീഡിയോ നോക്കേണ്ടത്. ചിന്തിക്കാൻ കഴിയുന്നവർക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും. അതുകൊണ്ട് ആരും ദീനിനെ ഉപയോഗിച്ച് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകട്ടെ, പ്രവാചകന്മാരാകട്ടെ, ആരും സ്വഹാബാക്കളാകട്ടെ, കൂടാതെ നമ്മൾ വിളിക്കുന്ന മുഹീദ്ദീൻ ഷെയ്ഖ് തങ്ങളെ വിളിക്കുന്നല്ലോ, അദ്ദേഹം പോലും കച്ചവടം ചെയ്ത ഒരു ബിസിനസ്കാരനായിരുന്നു. അത്ര പോരെ, അദ്ദേഹത്തെ വിളിച്ചും കൊണ്ട് അവിടെ എല്ലാ കാര്യങ്ങളും ചെയ്ത് അവിടുന്ന് പിരിവ് നടത്തി ഭക്ഷണമുണ്ടാക്കി അതും കഴിച്ച് ഭക്ഷണമുണ്ടാക്കി കൊണ്ടുവരാൻ വീട്ടിലുള്ളവർക്ക് പറഞ്ഞ് പത്തിരും അതുപോലെയുള്ള കാര്യങ്ങളും ഇറച്ചിക്കറിയും എല്ലാം വെട്ടി വിഴുങ്ങി പിരിച്ച് അവരുടെ പേരിൽ. അതല്ല, ഒരു സ്ഥാപനം വേണമെങ്കിൽ അതിന് കഴിവുള്ളവർ തരും. ഈ രീതിയിൽ വളഞ്ഞ വഴിയിൽ അതല്ല വെട്ടി കളക്ഷൻ ചെയ്യേണ്ടത്, പിരിവ് നടത്തേണ്ടത് വളഞ്ഞ വഴിയാണ്. അതുകൊണ്ടാണ് അവർ വിശ്വസിക്കുന്നു ഇത് ഉസ്താദ് പറഞ്ഞതെല്ലാം സത്യമാണ് എന്ന്. അതല്ല, അവിടെ 2-3 നിങ്ങൾക്ക് കാണിച്ച കാര്യങ്ങൾ കണ്ട് കേട്ട് മനസ്സിലാക്കി ഏതാണ് ഇസ്ലാം, ഇങ്ങനെയാണ് ഇസ്ലാം, ഏത് രീതിയിലാണ് നമ്മുടെ ദീന്, കഴിഞ്ഞു പോയവർ ഏത് രീതിയിലാണ് കഴിഞ്ഞത്, ആദ്യം നിങ്ങൾ കാണിച്ച അതാണ് ശരി. അവിടെ കാട്ടിക്കൂട്ടുന്ന മഖാമെന്ന് പറഞ്ഞ് ആരാണ് എന്താണ് അതാർക്കും അറിയില്ല. അതവിടുത്തെ ആ മഖാമെന്ന് പറഞ്ഞാൽ ഭയങ്കര ഇങ്ങനെ ഏകരത്തിൽ ഒരു എന്തോ ഇവർ ചെയ്യുന്നത് പോലെ
ചെയ്തിട്ടുണ്ട്. അത് ഇവിടെ ഹിന്ദിക്കാരും അതുപോലെ നമ്മുടെ ഉത്തര കർണാടകത്തിൽ ഇരുത്തി മണ്ണിടുന്നതായിരിക്കുന്ന ഒരു സമ്പ്രദായം ഹിന്ദുക്കളിലുണ്ട്. അതിനെ കണ്ട് മുസ്ലിമുകളോട് ചെയ്യും. അവർക്ക് ദീനില്ല, അതിനെ തന്നെ ആരാധിക്കുക. അതുകൊണ്ടാണ് അത് ഒരു പിരമിഡ് പോലെ ആയിട്ടുള്ളത്, ഇങ്ങനെ ഈ സൈസിലായിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇരുത്തി മണ്ണിട്ടതായിരിക്കും. ഹിന്ദുക്കളെ കണ്ട് അവർ ചെയ്യുന്നു. ഇതിന് ഹിന്ദുക്കളും വരുന്നു, എല്ലാ ജാതിക്കാരും വരുന്നു, അവിടെ ആരാധിക്കുന്നു. അത്ഭുതമാണ്. ഇതിനെ നല്ല രീതിയിൽ നമ്മൾ പറയേണ്ടതല്ല, ദീനിൻ്റെ ഉസ്താദന്മാർ, പണ്ഡിതന്മാർ നല്ല രീതിയിൽ ജനങ്ങളെ നേർവഴിയിലേക്ക് വരുന്ന രീതിയിൽ ഇസ്ലാം എന്താണ്, ഏതാണ്, എന്ത് ചെയ്യേണ്ടതാണ്, പരലോക യാത്രയ്ക്ക് വേണ്ടി, പരലോക ജീവിതത്തിന് വേണ്ടി, നമുക്ക് ബാക്കി വെക്കാൻ വേണ്ടി ഇവിടെ ഏത് രീതിയിൽ ജീവിച്ചാലാണ് നമ്മൾക്ക് രക്ഷ എന്നുള്ളത് നല്ല രീതിയിൽ ഉസ്താദുമാർ പറയാൻ തുടങ്ങണം. നിങ്ങളുടെ ലാഭത്തിന് വേണ്ടി മാത്രം ഓരോ ദിക്ർ ഇത്ര പ്രാവശ്യം പറ, അത്ര പ്രാവശ്യം പറ എന്ന് പറഞ്ഞ് പറയിപ്പിച്ച് അതിൽ നിന്ന് കിട്ടുന്നതിനെ കഴിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾ പഠിച്ച കാര്യത്തിനെ പിന്നെ നിങ്ങൾ എപ്പോഴാണ് പഠിപ്പിക്കുന്നത്? ഒന്നും അറിയാത്ത ആൾക്കാർ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയല്ലേ. കേരളത്തിലും ഒരുപാട് സ്ഥലങ്ങളിൽ അതുപോലെ ഉറൂസുകൾ കൊട്ടലും മുട്ടലും എല്ലാം ചെയ്തുകൊണ്ട് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ പോലും ഇത്രയുള്ള പണ്ഡിതന്മാരുണ്ടായിട്ടും അതിനെയും തടയുന്നില്ല. ഇൻഷാ അല്ലാഹ് വീഡിയോ നീണ്ടുപോകുന്നത് കൊണ്ട് അടുത്ത പ്രാവശ്യമെങ്കിലും സംസാരിക്കാം. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.